ശബരിമല തീർത്ഥാടനത്തിന്റെ ഭാഗമായുള്ള ചരിത്രപ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളൽ ഇന്ന് നടക്കുകയാണ്. അമ്പലപ്പുഴ ആലങ്ങാട്ട് സംഘങ്ങളുടെ നേതൃത്വത്തിലാണ് പേട്ടതുള്ളൽ നടക്കുന്നത്. അയ്യപ്പന്റെ മഹിഷി നിഗ്രഹമാണ് എരുമേലി പേട്ടതുള്ളൽ എന്ന് ആധാരമായ ഐതിഹ്യം. എരുമയുടെ തലയും മനുഷ്യസ്ത്രീയുടെ ഉടലുമായി മഹിഷി എന്ന ഭീകരരൂപിണിയെ വധിച്ചതിന്റെ ഓർമ്മ പുതുക്കൽ. അയ്യപ്പസ്വാമി മഹിഷിയെ നിഗ്രഹിച്ചതിന്റെ ആനന്ദ നടനമാണ് എരുമേലി പേട്ടതുള്ളൽ. തുള്ളാനെത്തുന്ന അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങൾ അയ്യപ്പന്റെ യോദ്ധാക്കളാണ് എന്നാണ് വിശ്വാസം. പാണനിലകളും വിവിധതരം ചായങ്ങളും വാരിപ്പൂശി കന്നിസ്വാമിമാർ ശരക്കോലും കച്ചയും കെട്ടി മഹിഷിയുടെ ചേതനേറ്റ ശരീരം എന്ന സങ്കല്പത്തിൽ തുണിയിൽ പച്ചക്കറി കെട്ടി കമ്പിൽ തൂക്കി തോളിലേറ്റി ആനന്ദ നൃത്തമാടുന്ന ഭക്തിയുടെ നേർക്കാഴ്ചയാണ് പേട്ടതുള്ളൽ. ഭക്തർ ശരീരത്തിലാകെ നിറങ്ങൾ പൂശി കിരീടവും മറ്റും ധരിച്ച് അയ്യപ്പ തിന്തകത്വവും സ്വാമി തിന്തകത്വവും എന്ന വായ്ത്താരികളുമായാണ് പേട്ടതുള്ളുക. മഹിഷി നിഗ്രഹത്തിന് അയ്യപ്പന് കൂട്ടായി വാവരും ഉണ്ടായിരുന്നു എന്നാണ് വിശ്വാസം. അതുകൊണ്ട് എരുമേലിയിലുള്ള വാവരു പള്ളിയിൽ ദർശനം നടത്തിയ ശേഷമാണ് ഭക്തർ പേട്ട കെട്ടുന്നത്. മാതൃസ്ഥാനീയരായ അമ്പലപ്പുഴ ദേശക്കാരുടെ പേട്ടതുള്ളലാണ് ആദ്യം നടക്കുക. അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഭഗവാന്റെ സാന്നിധ്യമായി ശ്രീകൃഷ്ണ പരുന്ത് ആകാശത്തിൽ വട്ടമിട്ട് പറക്കുന്നതോടെയാണ് പേട്ട കൊച്ചമ്പലത്തിൽ നിന്നും പേട്ടതുള്ളൽ ആരംഭിക്കുന്നത്. ആലുവ മണപ്പുറത്തെ മഹാദേവന്റെ ക്ഷേത്ര സന്നിധിയിൽ നിന്നും അയ്യപ്പസ്വാമിയുടെ ചൈതന്യം ആവാഹിച്ച ഗോളകയും കൊടിയുമായി പിതൃസ്ഥാനീയരായ ആലങ്ങാട്ട് ദേശക്കാരുടെ പേട്ടതുള്ളലാണ് രണ്ടാമത് നടക്കുന്നത്. പേട്ട കൊച്ചമ്പലത്തിൽ നിന്നും പുറപ്പെടുന്ന അമ്പലപ്പുഴ പേട്ട അയ്യപ്പന്റെ തോഴനായ വാവരെ കൂട്ടാനായി സമീപത്തെ പള്ളിയിൽ കയറിയാണ് പേട്ടതുള്ളൽ തുടരുന്നത്. ആദ്യത്തെ പേട്ടയോടൊപ്പം വാവരും പോയി എന്ന വിശ്വാസത്തിൽ ആലങ്ങാട് ദേശക്കാർ പള്ളിയിൽ കയറാതെയാണ് പോകുന്നത്. എരുമേലി പട്ടണത്തിന് ആ പേര് കിട്ടിയത് തന്നെ മഹിഷി നിഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് എന്നാണ് പറയപ്പെടുന്നത്. ക്രൂരതയുടെ പര്യായമായിരുന്ന മഹിഷിയെ വധിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് അയ്യപ്പന്റെ അവതാരം എന്നാണ് വിശ്വാസം. അയ്യപ്പൻ മഹിഷിയെ നിഗ്രഹിച്ച സ്ഥലം എന്ന അർത്ഥത്തിൽ എരുമകൊല്ലിയാണ് പിന്നീട് ലോപിച്ച് എരുമേലി ആയത് എന്നും പറയുന്നു. ശബരിമല തീർത്ഥാടനത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ളതാണ് ചരിത്ര പ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളൽ. അമ്പലപ്പുഴ ദേശക്കാരുടെ പേട്ടതുള്ളലാണ് പേട്ട കൊച്ചമ്പലത്തിൽ നിന്ന് ആദ്യം ആരംഭിക്കുന്നത്. ആലങ്ങാട് ദേശക്കാരുടേത് രണ്ടാമത് നടക്കും. അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ഭഗവാന്റെ സാന്നിധ്യമായി ശ്രീകൃഷ്ണ പരുന്ത് ക്ഷേത്രത്തിനു മുകളിലൂടെ വട്ടമിട്ട് പറക്കുന്നതോടുകൂടിയാണ് പേട്ട കൊച്ചമ്പലത്തിൽ നിന്ന് ഉച്ചയോടെ പുറപ്പെടുന്നത്. ആകാശനിറുകയിൽ പൊന്നക്ഷത്രം ഇളങ്ങുന്നതോടെ രണ്ടാമത്തെ സംഘമായ ആലങ്ങാട് പേട്ട സംഘം കൊച്ചമ്പലത്തിൽ നിന്നും പേട്ടതുള്ളൽ ആരംഭിക്കും. വാദ്യമേളം, കാവടിയാട്ടം, പൂക്കാവടി എന്നിവ പേട്ടതുള്ളലിന് മികവേകും. അയ്യപ്പന്റെ മാതൃസ്ഥാനീയർ എന്ന് വിശ്വസിക്കുന്ന അമ്പലപ്പുഴ സംഘത്തിന്റേതാണ് ആദ്യ പേട്ടതുള്ളൽ. ആകാശത്ത് വട്ടമിടുന്ന കൃഷ്ണപരുന്തിനെ കാണുന്നത് വളരെയധികം ഐശ്വര്യദായകമായിട്ടാണ് വിശ്വസിക്കപ്പെടുന്നത്. വാവരു പള്ളിയിലെത്തുന്ന പേട്ട സംഘത്തെ പള്ളിയിലേക്ക് സ്വീകരിച്ച് ആനയിക്കും. വാവരുടെ പ്രതിനിധിയായി ഇറങ്ങുന്ന പേട്ടതുള്ളൽ വലിയമ്പലത്തിലെത്തി സമാപിക്കും. ശേഷം നീലാകാശത്ത് തെളിയുന്ന വെള്ളി നക്ഷത്രത്തെ കണ്ട് പിതൃസ്ഥാനീയരായ ആലങ്ങാട്ട് സംഘത്തിന്റെ പേട്ട കൊച്ചമ്പലത്തിൽ നിന്ന് ആരംഭിക്കും. അമ്പലപ്പുഴ സംഘത്തിനൊപ്പം വാവരും പോയി എന്ന വിശ്വാസത്തിൽ വാവരു പള്ളിയിൽ കയറാതെയാണ് ആലങ്ങാട്ട് സംഘം വലിയമ്പലത്തിലേക്ക് നീങ്ങുക. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിന് ഭക്തർ പേട്ടതുള്ളൽ കാണാനായി എരുമേലിയിൽ എത്തും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.